നമസ്കാരം. കണ്ണുംപൂട്ടി നടപടികളും തീരുമാനങ്ങളും സ്വീകരിക്കുന്ന ഒരു നയമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ കൈക്കൊള്ളുന്നത്. കഴിഞ്ഞ 2-3 ദിവസങ്ങളായി നമ്മൾ കാണുന്നതും ഇത് തന്നെയാണ്. പാവപ്പെട്ടവരുടെ ആവശ്യങ്ങൾക്ക് നേരെ മുഖം തിരിച്ചും എന്നാൽ സാമ്പത്തികമായി മുന്നിൽ നിൽക്കുന്നവർക്ക് വീണ്ടും വീണ്ടും സഹായങ്ങൾ നൽകുന്ന ഒരു പിണറായി സർക്കാരാണ് നമുക്കുള്ളത്. PSC അംഗങ്ങളെ ശമ്പള വർധനവിനും കേരള സർക്കാരിന്റെ ദില്ലിയിലെ പ്രതിനിധി KV തോമസിന്റെ യാത്രാബദ്ധ വർധനവും കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ചയായിരുന്നു. നിരവധി വിവാദങ്ങൾക്കും ഇത് കാരണം. എന്നാൽ ഇപ്പോഴിതാ ഹൈക്കോടതിയിലെ സർക്കാർ അഭിഭാഷകരുടെയും ശമ്പളം കുത്തനെ കൂട്ടിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡറുടെ ശമ്പളം 1.2 ലക്ഷത്തിൽ നിന്നും 1.5 ലക്ഷം ആക്കി ഉയർത്തി. സീനിയർ പ്ലീഡറുടെ ശമ്പളം 1.1 നിന്നും 1.4 ലക്ഷവും പ്ലീഡർമാരുടേത് 1 ലക്ഷത്തിൽ നിന്നും 1.25 ലക്ഷവുമാക്കി ഉയർത്തി. 3 വർഷത്തെ മുൻകാല പ്രാബല്യത്തോടെയാണ് ശമ്പളം കൂട്ടിയത്. ഇന്നലെ PSC ചെയർമാന്റെയും അംഗങ്ങളുടെയും ശമ്പളവും ആനുകൂല്യങ്ങളും സർക്കാർ കുത്തനെ കൂട്ടിയിരുന്നു. ചെയർമാന് ശമ്പളം 2.26 ലക്ഷത്തിൽ നിന്നും 3.5 ലക്ഷം രൂപയും അംഗങ്ങളുടേത് 2.23 ലക്ഷത്തിൽ നിന്നും 3.25 ലക്ഷവുമാക്കി. ചെയർമാന് ജില്ലാ ജഡ്ജിമാരുടെ സൂപ്പർ ടൈം സ്കെയിലിലെ പരമാവധി തുകയ്ക്ക് തുല്യവും അംഗങ്ങൾക്ക് ജില്ലാ ജഡ്ജിമാരുടെ സെലക്ഷൻ ഗ്രേഡ് സ്കെയിലിലെ പരമാവധി തുകയ്ക്ക് തുല്യവുമാണ് പുതുക്കിയ ശമ്പളം. മറ്റ് സംസ്ഥാനങ്ങളിലെ PSC ചെയർമാന്റെയും അംഗങ്ങളുടെയും നിലവിലെ സേവന വേതന വ്യവസ്ഥ ഉൾപ്പെടെ പരിഗണിച്ച ശേഷമാണ് സർക്കാർ തീരുമാനം. ശമ്പള വർധനവിലൂടെ ഏതാണ്ട് 40 കോടിയോളം രൂപ കുടിശ്ശിക ഇനത്തിലും നൽകേണ്ടതുണ്ട്. അനുവദിച്ചിട്ടുള്ള ഓണറ്റോറിയം കുടിശ്ശികയില്ലാതെ നൽകണമെന്ന് ആവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ വർക്കർമാർ 10 ദിവസമായി രാപ്പകൽ സമരം നടത്തുമ്പോഴാണ് അവരുടെ ന്യായമായ ആവശ്യം പരിഗണിക്കാതെ PSC അംഗങ്ങളുടെ ശമ്പളവും KV തോമസിന്റെ യാത്രാബദ്ധയും കൂട്ടിയത്. വ്യാവസായിക ട്രിബ്യൂണലുകളിൽ പ്രിസൈഡിംഗ് ഓഫീസർമാരുടെ ശമ്പളവും അലവൻസുകളും സബോർഡിനേറ്റ് ജുഡീഷ്യറിയിലെ ജുഡീഷ്യൽ ഓഫീസർമാരുടേതിന് സമാനമായി പരിഷ്കരിക്കാനും മന്ത്രിസഭ തീരുമാനിച്ചു. KV തോമസിന്റെ യാത്രാബദ്ധ പ്രതിവർഷത്തെ തുക 11.31 ലക്ഷമാക്കാനാണ് പൊതുഭരണ വകുപ്പിന്റെ ശുപാർശ. ബുധനാഴ്ച ചേർന്ന ബജറ്റ് കമ്മിറ്റി യോഗത്തിലാണ് വിഷയം വന്നത്. 5 ലക്ഷം രൂപയായിരുന്നു സംസ്ഥാന ബജറ്റിൽ KV തോമസിന് യാത്രാബദ്ധയായി അനുവദിച്ചിരുന്നത്. എന്നാൽ കഴിഞ്ഞ വർഷം 6.31 ലക്ഷം രൂപ ചിലവായതിനാൽ 5 ലക്ഷം രൂപ പോരെയും 11.31 ലക്ഷം വേണമെന്നും ധനവകുപ്പിനോട് പൊതുഭരണ വകുപ്പിന്റെ പ്രോട്ടോകോൾ വിഭാഗം ശുപാർശ ചെയ്യുകയായിരുന്നു. ഓണറ്റോറിയം ഇനത്തിൽ പ്രതിവർഷം ലക്ഷങ്ങൾ KV തോമസിന് ലഭിക്കുന്നുണ്ട്. ഇതിനു പുറമെയാണ് യാത്രാബദ്ധ ഇരട്ടിയാക്കാനുള്ള നിർദ്ദേശം. മറ്റ് സംസ്ഥാനങ്ങളിലെ PSC ചെയർമാന്റെയും അംഗങ്ങളുടെയും നിലവിലുള്ള സേവന വേതന വ്യവസ്ഥ ഉൾപ്പെടെ പരിഗണിച്ച ശേഷമാണ് തീരുമാനമെങ്കിലും നിരവധി പ്രതിഷേധങ്ങൾ ഇതിനിപ്പോൾ ഉയരുന്നുണ്ട്. നിലവിൽ ചെയർമാന് അടിസ്ഥാന ശമ്പളം 76,000 രൂപയാണ്. വിവിധ അലവൻസുകൾ ഉൾപ്പെടെ 2.26 ലക്ഷം രൂപയാണ് പ്രതിമാസം ലഭിക്കുക. അംഗങ്ങൾക്ക് അടിസ്ഥാന ശമ്പളം 70,000 രൂപയാണ്. അലവൻസ് ഉൾപ്പെടെ ഇത് 2.26 ലക്ഷം രൂപ വരെ ലഭിക്കും. ശമ്പള വർധനവ് ആവശ്യപ്പെട്ട് നേരത്തെ PSC ധനവകുപ്പിന് കത്ത് നൽകിയിരുന്നു. ശമ്പള വർധനവ് ആവശ്യപ്പെട്ട് നേരത്തെയും PSC ധനവകുപ്പിന് കത്ത് നൽകിയിരുന്നു. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്.